ഓണപ്പാട്ട് എൻ്റെ തുടക്കം മാവേലി നാടു വാണിയിടും കാലം എന്നാണ്. നമുക്ക് ആ പാട്ടൊന്ന് വേണമെങ്കിൽ കേട്ടു നോക്കാം. മാവേലി മണ്ണുപേക്ഷിച്ച ശേഷം. സംശയമുള്ളവർക്ക് നേരിട്ട് പോയി പരിശോധിക്കാം. ഈ മാവേലി നാടു വാണി ഇരുന്നതിന് എന്താ തെളിവ്? തെളിവുണ്ട്. അവിയൽ എന്ന് പറഞ്ഞാൽ ആട്ടിറച്ചിക്കും അവിയൽ എന്ന് പേരുണ്ട്. സദ്യ ഒരു മുറിയിൽ അടച്ചു വെച്ച് വിളമ്പും, മത്സ്യമാംസാദികളും വെക്കും. നമ്മുടെ ഓണം വാസ്തവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ ഓണപ്പാട്ട് ഉണ്ടായിരുന്നത് കേരളത്തിലല്ല. എവിടെയാണ് മാവേലിയുടെ വലിയ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്നത്? ഇതാണ് അവർക്കറിയേണ്ടത്. അല്ല, ഈ മാവേലി മന്നനോട് ഇവർക്ക് ദേഷ്യം വരാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സമ്പത്ത്. കായംകുളം കായലിൽ, വട്ടക്കായലിൽ തൻ്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം എടുത്ത് നിക്ഷേപിച്ചു. അത് ടൈറ്റാനിയത്തിന്റെ പുറകിലുള്ള കായലിലാണെന്ന് ഒരു പാഠഭേദമുണ്ട്. തപ്പിയെടുത്തിട്ടുണ്ടാവും, ഇത്രയും കാലമായില്ലേ? ഇല്ല, അത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ആ സമ്പത്ത് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമ്പത്തിന്റെ 5 മടങ്ങുണ്ടെന്നാണ്. അവസാനം ഉണ്ടായിരുന്ന രാജാവ് പരിവാരങ്ങളുമായി വടക്കോട്ട് നീങ്ങി. ആ 10 പേരിൽ ഒരാള് എൻ്റെ പൂർവികനാണ്. അതാണ് എനിക്ക് ഇതുമായിട്ടുള്ള ബന്ധം. നമസ്കാരം കീർത്തി ഗുരുക്കൾ സർ. നമസ്കാരം ഗുരുക്കൾ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ABC വന്നത് മുതല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതായി. അതായത് 2 ദിവസം കൊണ്ട് ഏകദേശം 2 മില്യൺ ആൾക്കാർ കണ്ട് 7000 പേർ ഷെയർ ചെയ്ത് വളരെ വളരെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങളാണ് നമ്മൾ സമൂഹത്തിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിലൂടെ എഴുതുവിട്ടത്. അപ്പോൾ ഇതിൽ ഒരുപാട് സംശയങ്ങൾ, ഈ മാവേലി മന്നൻ കായംകുളത്ത് രാജാവാണ് എന്ന് താങ്കൾ പറഞ്ഞതിനെ ഒരുപാട് പേർ പ്രകീർത്തിച്ചും ശരിയാണെന്നും പറഞ്ഞപ്പോൾ മറ്റു ചിലർ ഇതിന് കൂടുതൽ തെളിവുകൾ വേണം, എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് എന്നൊക്കെയുള്ള ചർച്ചയിലേക്കും ചോദ്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. പലർക്കും ഇതൊരു അസ്വസ്ഥതയുണ്ടായി. ഇത്രയും കാലം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കാര്യം തെറ്റാന്ന് പെട്ടെന്ന് ഒരാൾ പറയുക. പക്ഷേ നിരവധി പേര് ഇതിൻ്റെ വ്യത്യസ്തമായ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു. ഓണത്തിന് ഒരു പ്രത്യേക ആചാരത്തിനെ കുറിച്ച് ഞാൻ ഈ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഓണം അത്തം തുടങ്ങുമ്പോൾ ഒരു തോർത്ത്, ഉമിക്കരി, ഈർക്കില്, ഇഞ്ച, എണ്ണ ഒക്കെ വെച്ച് കാത്തിരിക്കുകയും, അതേപോലെ തിരുവോണത്തിൻ്റെ ദിവസം സദ്യ ഒരു മുറിയിൽ അടച്ചു വെച്ച് വിളമ്പും. തിരുവോണത്തിന് സദ്യ വിളമ്പുന്നത് എൻ്റെ വീട്ടിലുണ്ട്, പക്ഷെ അത് ചാവൂട്ടുക എന്നാണ് ഞങ്ങൾ പറയുക. ആ ചാവൂട്ട് എന്തിൻ്റെയാണെന്നറിയോ? അപ്പൊ ചേട്ടൻ കായംകുളത്തെ ഈ തട്ടകത്തിൽ നിന്ന് വന്ന ആളാ. അപ്പൊ ഈ ചാവൂട്ടുന്നതിനകത്ത് ഞാൻ ആ ചർച്ചയെ പറയാതെ പോയൊരു കാര്യം, മത്സ്യമാംസാദികളും വെക്കും. അപ്പോൾ ഓണത്തിന് മത്സ്യമാംസാദികളോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു വിവാദമാക്കണ്ടെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ പലരും എന്നെ വിളിച്ച് അതെന്താ പറയാത്തതെന്ന് ചോദിച്ചു. പക്ഷെ നമ്മുടെ വീട്ടിൽ വെജായിരുന്നു ഇതുവരെ, അറിയില്ല. അല്ല, പല സ്ഥലങ്ങളിലും എൻ്റെ വീട്ടിലും വെജ് തന്നെയാണ് വെച്ചിട്ടുള്ളതായിട്ട് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എന്നെ വിളിച്ചു പറഞ്ഞ പലരും എനിക്കറിയാമായിരുന്ന ഈ മത്സ്യമാംസാദികളൊക്കെ ഈ ചാവൂട്ട് എന്ന് തന്നെയാണ് ആ വാക്ക് പറയുന്നത്. എന്തിനാണ് തിരുവോണത്തിന് ചാവൂട്ട് നടത്തുന്നത്? നമ്മുടെ ആരും ആ ദിവസങ്ങളിലൊന്നും, നമ്മുടെ പിതൃക്കളൊന്നും അവിടെ ഇല്ലല്ലോ. ആ പിതൃക്കൾക്ക് നമ്മുടെ സങ്കല്പം അനുസരിച്ച് ബലിയിടുന്നത് മറ്റൊരു ദിവസമാണ്. കർക്കിടക മാസത്തിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത്? നമ്മുടെ പൊന്നു തമ്പുരാനെ, മാവേലി തമ്പുരാനെ, അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹം, കൂറ്, കടപ്പാട്, നന്ദി വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഭാവാത്മകമായിട്ടുള്ള ഒരു ഊട്ടാണ് ഈ ചാവൂട്ട്. ഇത് തുടങ്ങിയത് അദ്ദേഹം മരണപ്പെട്ടു എന്ന് കുറേ വർഷങ്ങളെടുത്തു അദ്ദേഹത്തിൻ്റെ വിയോഗ വർത്തമാനം നാട്ടിലേക്ക് എത്താൻ. ഇന്നത്തെ പോലെ സാങ്കേതികമായിട്ടുള്ള വികസനം സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുറേ കാലം എടുത്തു. അപ്പോൾ ഇതൊരു വിവാദമാകണ്ട, അന്നത്തെ കാലത്ത് മത്സ്യമാംസാദികളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഞാൻ പണ്ട് ഫേസ്ബുക്കിനകത്ത് ഞാനിത് എഴുതിയിട്ടുണ്ട്. ഇത് പെട്ടെന്നൊരു ദിവസം പറയുന്നല്ല, എൻ്റെ ഫേസ്ബുക്കിൽ പോയി ചെക്ക് ചെയ്താൽ കാണാം. ഏകദേശം 1 വർഷത്തിന് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ചേനയും വാഴക്കയും ഒക്കെ. അവിയൽ എന്ന് പറഞ്ഞാൽ ആട്ടിറച്ചിക്കും അവിയൽ എന്ന് പേരുണ്ട്.
ആട്ടിറച്ചിക്കും അവിയൽ എന്നൊരു പേരുണ്ട്. അത് ശരി. ഇത് ശബ്ദ തരാവലിയിലുണ്ടോ അതോ അവി കൊളോക്കിലാണ്? അവി മാംസം ഉം. ആട്ടിറച്ചിയാണ്. ഉം, ഉം, ഉം. ഇന്നത്തെ അവിയല് കണ്ടുപിടിച്ചതിനെ കുറിച്ചും ഇന്നത്തെ അവിയല് വന്നതും ഇതിനെക്കുറിച്ചുള്ള കഥ നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ എവിടെയോ സൂചിപ്പിച്ചിരുന്നു. നിരവധി വ്യക്തികൾ, നിരവധി കുടുംബങ്ങളിൽ ഇന്നും ഈ ചടങ്ങ് ചാവൂട്ട്. ചാവൂട്ട് നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ പലർക്കും ഭയമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആ ഓണപ്പാട്ട് യഥാർത്ഥ ഓണപ്പാട്ടിൻ്റെ ഇടയ്ക്ക് നടത്തിയെടുത്ത് ഇത്തിരി തിരുത്തലുകൾ വരുത്തിയതാണ്. യഥാർത്ഥ ഓണപ്പാട്ടുണ്ട്. യഥാർത്ഥ ഓണപ്പാട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ നെറിവുകേടിൻ്റെ പല വരികളും കാണാം. യഥാർത്ഥ ഓണപ്പാട്ട് ഉണ്ടായിരുന്നത് കേരളത്തിലല്ല, ജർമ്മനിയിലാണ്. ട്യൂബിംഗ്ടണോ മറ്റോ പേരുള്ള ഒരു സർവകലാശാലയുണ്ട് ജർമ്മനിയിൽ. അവിടെ നിന്നാണ് ഈ ഓണപ്പാട്ടിൻ്റെ യഥാർത്ഥ പകർപ്പുകൾ കണ്ടെത്തുന്നത്. അതായത് കേരളത്തിൽ ഉണ്ടായ ഓണപ്പാട്ടിന്റെ ഒരു പതിപ്പ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. പകരം അത് അവിടെ ഗുണ്ടർട്ടിന്റെ ശേഖരത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ഹെർമൻ ഗുണ്ടർട്ട് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥശേഖരം നമുക്കിപ്പോ ഇതെല്ലാം പൊതുവായിട്ട് ആർക്കും പരിശോധിക്കാം. പബ്ലിക് ഡൊമൈനിൽ ഇതെല്ലാം ഉണ്ട്, നമുക്ക് പരിശോധിക്കാൻ പറ്റും. അവര് ഇത് കൊടുക്കുമ്പോൾ ഈ കൊടുത്ത ഗവേഷകനോടുള്ള ഒരു ധാരണ ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകണം എന്നുള്ള ഒരു ധാരണയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിന്ന് വിക്കി ഗ്രന്ഥശാലയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓണപ്പാട്ട് മാത്രമല്ല, ജ്ഞാനപ്പാനയും അങ്ങനെ വന്നതാണ്. യഥാർത്ഥ ജ്ഞാനപ്പാന ജ്ഞാനപ്പാനയുടെ നമ്മുടെ കയ്യിലില്ല, സായിപ്പിന്റെ കയ്യിലായിരിക്കും. അവിടുന്നാണ് ഇവരിത് എടുത്തുകൊണ്ട് വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിച്ചില്ല. പക്ഷെ ഈ ഓണപ്പാട്ടിനകത്ത് പറയുന്നത് എന്താണെന്നറിയോ? യഥാർത്ഥ ഓണപ്പാട്ട് മാവേലി നാട് വാണിയിടുന്ന ഈ കാലം. അപ്പൊ ഇവിടെ ചിലർ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഈ മാവേലി കായംകുളം ദേശം ഈ പറയുന്ന 4 ജില്ലകൾ ചേരുന്ന ഈ സ്ഥലത്ത് ഭരിച്ചിരുന്നതിന് എന്താ തെളിവെന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പൊ ഈ ഓണപ്പാട്ട് എൻ്റെ തുടക്കം മാവേലി നാട് വാണിയിടും കാലം എന്നാണ്. ഈ മാവേലി നാട് വാണി ഇരുന്നതിന് എന്താ തെളിവ്? തെളിവുണ്ട്. സംശയമുള്ളവർക്ക് നേരിട്ട് പോയി പരിശോധിക്കാം. കാഞ്ഞിരപ്പള്ളി ശാസനം എന്നൊരു ഇതുണ്ട്. കാഞ്ഞിരപ്പള്ളി ശാസനം. ഈ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പാലയ്ക്കടുത്തുള്ള കാഞ്ഞിരപ്പള്ളി. അവിടെ ഒരു മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്. അതായത് പൂഞ്ഞാറാണോ? പൂഞ്ഞാറിൽ എന്താ എൻ്റെ സ്ഥലപ്പേര് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഒരു മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട് അവിടെ. ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഒരു ചുവർ ശിലാഫലകമുണ്ട്. അതിനെയാണ് ഈ കാഞ്ഞിരപ്പള്ളി ശാസനം. ഇപ്പോൾ വാഴപ്പള്ളി ശാസനമൊക്കെ പ്രശസ്തമാണ്. ഈ കാഞ്ഞിരപ്പള്ളി ശാസനത്തിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: മാവേലി വാണവർ മാവേലി എന്ന രാജാവിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാണ്. എന്താണ് ഉത്തരവ്? അതിലേ പോകുന്ന കച്ചവടക്കാർ ടോള് കൊടുക്കണം, നികുതി കൊടുക്കണം. ആർക്ക്? ആ ഭഗവതിക്ക്, ക്ഷേത്രത്തിന്. ആ ഭഗവതി ക്ഷേത്രത്തിനല്ല, ആ ഭഗവതിക്ക് കൊടുക്കേണ്ട അംശം കൊടുത്തിട്ടേ അവിടുന്ന് പോകാവൂ. അതായിരുന്നു നിയമം. അപ്പൊ കൊടുക്കേണ്ടത് ഭഗവതിക്കായതുകൊണ്ട് ജനങ്ങൾ കൃത്യമായിട്ട് അത് കൊടുക്കുകയും ചെയ്തിരുന്നു. ആ മാവേലി ഇവിടെ ഭരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കിട്ടുന്ന ഒരു തെളിവ് മാവേലി എന്ന വാക്കിന്. കായംകുളം രാജാക്കന്മാർക്ക് ഇപ്പോൾ ഹരിപ്പാടും നമ്മുടെ കണ്ടിയൂരുമൊക്കെ അദ്ദേഹത്തിൻ്റെ അവരുടെ പേരുകളുള്ള ശിലാലിഖിതങ്ങൾ കിട്ടിയിട്ടുണ്ട്. മാവേലി എന്ന വാക്ക് പറയുന്ന ആ ശിലാലിഖിതമാണ് ഇവിടെ ഉള്ള. വേറെയും പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ മാവേലി നാട് വാണിയിടും കാലം എന്നുള്ള പാട്ടിൻ്റെ ആദ്യത്തെ വരി പറയുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അല്ല, ഈ മാവേലിക്കര എന്നുള്ളത് ഇതുമായി അതെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മാവേലി എന്ന് പറയുന്ന മാവേലി മന്നൻ എന്ന ഇപ്പോൾ ഈ പെരുമാളും തമ്പുരാനും എന്ന് പറയുന്ന ഇത് 2 കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിലാണ് മന്നൻ എന്ന പേരോട് കൂടിയിട്ട് ഇവർ വരുന്നത്. അപ്പൊ ഇവിടെ മന്നൻ ഒരു സ്ഥാനപ്പേരായിരുന്നു, ഒരു സ്ഥാനപ്പേരാണ് മാവേലി മന്നൻ.
അപ്പോൾ അവിടെ പറയുന്നത് ഈ മാവേലി മന്നൻ്റെ ഭരണത്തിൽ ആ നാടിനുണ്ടായിരുന്ന ഒരു മഹത്വമുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് വേണമെങ്കിൽ കേട്ടു നോക്കാം. മാവേലി മണ്ണുപേക്ഷിച്ച ശേഷം അക്കാലമായിരം ബ്രാഹ്മണരെ നിത്യവും ഊട്ടിത്തുടങ്ങിയല്ലോ. അക്കഥ കേട്ടോരു മാവേലിയും ഖേദിച്ചു തൻ്റെ മനസ്സുകൊണ്ട് ചൊൽക്കൊണ്ട കണ്ണനോടേവം ചൊന്നാൻ. ഞാനുപേക്ഷിച്ചിങ്ങു പോയ ശേഷം മാനുഷരൊക്കെ വലഞ്ഞുവല്ലോ. ദേവകി നന്ദന ദേവദേവാ അമ്മാവനെ കൊല ചെയ്തവനെ പാർത്ഥനു തേരു തെളിച്ചവനെ കുചേലൻ്റെ യാവിൽ തിന്നവനെ മണ്ണളന്നെന്നെ ചതിച്ചവനെ കുന്നുകൂടയായി പിടിച്ചവനെ മണ്ണളന്നെന്നെ ചതിച്ചവനെ പിന്നോർ ഭവനങ്ങൾ തീർത്തവനെ. ഈ പാട്ടില് പറയുന്ന വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനം പറയുന്നതാണ് ഈ മാവേലിയുടെ നാടിൻ്റെ ആ ഒരു ഉജ്ജ്വലമായ വൈഭവം, സമൃദ്ധി ഒക്കെ വർണ്ണിച്ചിട്ട് ഇതെല്ലാം മാവേലി ഉള്ള കാലത്താണ്. മാവേലി അവിടുന്ന് പോയി നിഷ്കാസിതനായി. അതിനുശേഷം മാവേലി അറിയുകയാണ്, എൻ്റെ നാട്ടിൽ, ഞാൻ ഭരിച്ചിരുന്ന നാട്ടിൽ ഏറ്റവും നീചമായ കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താ നീചമായ കാര്യങ്ങൾ? നിത്യേനെ 1000 ബ്രാഹ്മണർക്ക് കാൽ കഴുകി ചൂട്ട് നടത്തുന്നു. മാവേലി പറയുകയാണ്, ധർമ്മമെല്ലാം നശിച്ചു. മോക്ഷം കിട്ടണേൽ ബ്രാഹ്മണർ കാല് കഴുകി. ധർമ്മമെല്ലാം നശിച്ചു. ഇപ്പൊ ബ്രാഹ്മണർക്ക് കാൽ കഴുകി ചൂട്ടാ നടക്കുന്നത്. ഒരു പണിയും എടുക്കാതെ ഈ വർഗം കുതന്ത്രങ്ങൾ മെനഞ്ഞ് പരാന്നഭോജികളായി എൻ്റെ നാടിൻ്റെയും എൻ്റെ പൈതൃകത്തിൻ്റെയും കടക്കൽ കത്തിവെച്ച് ആ വികാരത്തിലാണ്, അല്ലെങ്കിൽ ആ ബോധ്യത്തിലാണ് ഞാനിത് പറയുന്നത്. ഈ പരാന്നഭോജികൾ എന്ന് പറയുന്നത് ചെയ്ത ഇത് പറഞ്ഞത് മാവേലി പാട്ടിനകത്തുള്ള വരികളിൽ നിന്നാണ് ഞാനിത് ഉദ്ധരിക്കുന്നത്. ഇത് പക്ഷേ വളരെ തന്ത്രപൂർവ്വം പുറത്തറിയാതെ ആ വരികളിൽ നിന്ന് ആ പാട്ട് തന്നെ നമ്മുടെ നാട്ടിൽ എങ്ങും കിട്ടാത്ത രീതിയിലാക്കി കളഞ്ഞു. അടുത്ത വരി പറയാണ്, ഈ കൃഷ്ണനോടെ പോയിട്ട് ഒരു കണ്ണന്റെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ടാണ് മാവേലി ഇത് വിലപിക്കുന്നത്. അത് എറണാകുളത്ത് എവിടെയോ ഉള്ള ഒരു കണ്ണന്റെ ക്ഷേത്രമാണ്. സങ്കടം പറയാ അത് കുറച്ച് പരിഭവത്തോടു കൂടി പറയാ. അതിന് കാരണം ഈ കണ്ണനും മാവേലി നാടുമായിട്ട് വലിയൊരു ഹൃദയബന്ധമുണ്ട്. അപ്പോൾ അവിടെ ആ ഹൃദയബന്ധത്തിനെ കുറിച്ച് പുറകെ പറയാം. ഇവിടെ ഇദ്ദേഹം ചോദിക്കുകയാണ്, ആ ഒരു ബന്ധമുണ്ടല്ലോ, ഒരു അടുപ്പം. എൻ്റെ മണ്ണ് അവന്മാർ കട്ടുകൊണ്ട് പോയല്ലോടാ, നിന്റെ പേരും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ മഹാബലി കഥ വന്നു. കഥ, അതായത് ആടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞ കഥ. ആ കഥ വന്നു കഴിഞ്ഞപ്പോഴേ, ആ കഥ വന്നു എന്ന് അറിഞ്ഞപ്പോ മാവേലി പോയി നിന്ന് ചോദിക്കുന്ന, നിന്റെ പേരും പറഞ്ഞു. അതായത് ഒരു ബന്ധവുമില്ലാത്ത വിഷ്ണുവിനെ പിന്നെ വാമനനെയൊക്കെ വെച്ച് ഒരു കഥയുണ്ടാക്കി ഈ ഒരു ക്രൂരകൃത്യത്തെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് പുറത്തു കൊണ്ടുവന്നതിന് പരിഭവം പറയുന്നതാണ് ബാക്കി ഭാഗം. ഈ ഗ്ലോറിഫൈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒരു രസമായ കാര്യം എന്താ അറിയോ? ഓണം എന്ന് പറയുന്നത് ചേര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദേശീയോത്സവമാണ്. എന്തുകൊണ്ട് അവർ ദേശീയോത്സവമാക്കി എന്നുള്ളതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. പക്ഷെ ഇതിന് റെഫറൻസ് വേണമല്ലോ. ആദ്യത്തെ ഓണാഘോഷത്തിനെ കുറിച്ച് കിട്ടുന്ന ഏറ്റവും പഴയ റെഫറൻസ് എന്ന് പറയുന്നത് മധുരയിൽ സംഘകാലത്ത്, ഞാൻ ആ ടെക്സ്റ്റിൻ്റെ പേര്, മധുര എന്ന് തുടങ്ങുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട് സംഘകാലത്തുള്ള. ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്,
മായോൻ്റെ ജന്മദിനമായ ഓണം മായോൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മായോന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഓണം. മായോൻ എന്ന് വെച്ചാൽ മായോൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. ഈ കറുത്ത ആ ആളുണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവർന്നിട്ടുള്ള ആ കാർവർണ്ണൻ, ആ കൃഷ്ണ യോഗീശ്വരനായ കൃഷ്ണൻ, ആ കൃഷ്ണനെയാണ് അവിടെ പറയുന്നത്. ഈ ഓണം അപ്പം ഓണത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ് കിടക്കുന്നത് അവിടെയാണ്. പക്ഷേ ഇവർ ഈ ആടിനെ പട്ടിയാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് 1-ാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ഈ സംഘകൃതികൾ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10-ഓ 12-ഓ നൂറ്റാണ്ടായപ്പോൾ ഇതിന് വേറൊരു വ്യാഖ്യാനം വന്നു. മായോൻ മഹാവിഷ്ണുവാണ്. മായോനെ അങ്ങ് മഹാവിഷ്ണുവാക്കി. ഈ കൃഷ്ണനും ഇവരുമായിട്ട് വലിയ ബന്ധമുണ്ട്. ആരുമായിട്ട്? നമ്മുടെ കായംകുളം രാജാക്കന്മാരുമായിട്ട് ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് മധുരയിൽ ഓണം ആഘോഷിക്കാൻ ഈ ചേരന്മാർ എന്തുകൊണ്ട് ഓണം ദേശീയോത്സവമാക്കി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ ഇങ്ങനെയാണ്. ശ്രീകൃഷ്ണൻ ഒരിക്കൽ ചേരന്മാരുടെ അഭ്യർത്ഥന മൂലം, അതായത് ഈ പാണ്ഡ്യന്മാർ ധർമ്മം കൈവിട്ടിട്ട് വ്യാപാരികളെയും സാധാരണ ജനങ്ങളെയൊക്കെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ വ്യാപാരത്തിന് പ്രതിബന്ധം സൃഷ്ടിച്ചു. ഈ വ്യാപാരത്തിനൊക്കെ പ്രതിബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണന്റെ അടുത്ത് അന്നത്തെ ചേര ചക്രവർത്തി സഹായം അഭ്യർത്ഥിക്കുക. കൃഷ്ണൻ പൗണ്ഡ്രികനെയും ഇത് മഹാഭാരതം സഭാപർവത്തിൽ സഹദേവന്റെ ദിഗ്വിജയവും മറ്റോ പറയുന്നിടത്ത് ആ ഭാഗത്താണ് ഒറിജിനൽ മഹാഭാരതത്തിൽ ഇത് പറയുന്നുണ്ട്. പാണ്ഡ്യനെ പരാജയപ്പെടുത്തിയ കഥ. ഈ കൃഷ്ണൻ പാണ്ഡ്യനെ പരാജയപ്പെടുത്തിയ ചേര രാജ്യത്തിൻ്റെ ദുരിതം മാറ്റിക്കൊടുത്ത ആ ദിവസമാണ് ചേരരാജ്യത്തിൻ്റെ ദേശീയോത്സവമായിട്ട് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഓണം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൃഷ്ണനുമായിട്ടാണ്. പക്ഷേ ഇവിടെ വാമനനും മഹാബലിയും ഈ കഥയിലില്ല. ചതുരംഗസേന മുന്നേറട്ടെ, ഭഗവാൻ കൃഷ്ണൻ വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെറുപ്പത്തിൽ എന്തിനാണിത് വിളിച്ചതെന്നോ കളിച്ചതെന്നോ അറിയത്തില്ല, ഞങ്ങളിത് കളിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു കളി കളിക്കുമായിരുന്നു, ചതുരംഗസേന മുന്നേറട്ടെ, ഭഗവാൻ കൃഷ്ണൻ വിജയിക്കട്ടെ എന്ന്. ഇത് എവിടുന്നോ വന്ന് കിട്ടിയ ഒരു ഫോക്ക് കൾച്ചർ പോലെ ഒരു കിട്ടിയ ഒരു സാധനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ചേരരാജ്യം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് കൃഷ്ണനോടാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് നിസ്സാര ഒരു വ്യക്തിയല്ല. നമ്മുടെ ഓണം വാസ്തവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു വ്യക്തി എന്നോട് വിളിച്ച് പറഞ്ഞത്, എനിക്ക് തെളിവില്ലാത്തത് കൊണ്ട് ഞാൻ നേരിട്ട് പരിശോധിക്കാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ആധികാരികതയിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്നോട് പറഞ്ഞത്, ഈ ചന്ദനം പാദത്തിൽ പുരട്ടി പാദമുദ്രകൾ പതിപ്പിച്ചു വെക്കുന്ന ഒരു പാരമ്പര്യമായ ചടങ്ങ് പണ്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പൂർവികർ മരിക്കുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ വെച്ചിട്ട്, അതെ, ജീവിച്ചിരിക്കുമ്പോഴും അത് എടുത്തു വെക്കുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ മാവേലി തമ്പുരാന്റെ കായംകുളം രാജാക്കന്മാരുടെ പലരുടെയും പാത സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പാത പലകയോ അങ്ങനെ മറ്റാണ് അതിൻ്റെ പേര്, അത് ഉള്ളതായിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ആധികാരികത പരിശോധിച്ചില്ല. പക്ഷെ പലരും അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. എന്തുകൊണ്ടാ? രാജശാസനത്തിനോടുള്ള ഭയം ഇപ്പോൾ ഇല്ല. പക്ഷേ ഇത് തലമുറകളായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം, മോനെ ഇത് മിണ്ടിപ്പോകരുത്, തല പോകുന്ന കേസാണ് എന്ന് പറഞ്ഞു ഇത് പുറത്തു പറയാൻ കൊള്ളാത്ത എന്തോ ഒരു കാര്യമായിട്ട് ഇപ്പോഴത്തെ തലമുറയിലേക്ക് ഇതങ്ങെത്തി. ആയിരക്കണക്കിന് വ്യക്തികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ നടത്താൻ കഴിവുള്ളവരുണ്ട്, ഇതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ. അപ്പം ഈ ഒരു സംഭാഷണത്തിലൂടെ എനിക്ക് ബോധ്യമായത്, ഈ കാര്യത്തിൽ എന്നെക്കാട്ടിൽ അറിവുള്ള നിരവധി പേരുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മാവേലിക്കര, കായംകുളം, ഇന്നത്തെ മധ്യ തിരുവിതാംകൂറിലൊക്കെ ധാരാളം പേരുണ്ട്. കായംകുളത്ത് രാജാവിൻ്റെ കൊട്ടാരം കുളം കുത്തുക എന്ന് പറഞ്ഞ
അല്ലേ? എനിക്ക് അതെ, തോന്നുന്നു അതെ. തിരുവിതാംകൂർ രാജാവിന്റെ ഒരു വിനോദത്തിൽപ്പെടുന്ന ഒന്നായിരുന്നു ഈ തറവാട് കുളം തോണ്ടി, കുളം തോണ്ടി. ആ വേർഡ് കറക്റ്റ്. അത് കുളമാക്കി ആ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഇത് ഒരിടത്തല്ല. അതായത് ഇന്നത്തെ ഈ ജില്ലകൾ, പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇവിടെയാണ് ഈ കുളം തോണ്ടി എന്നുള്ള വാക്ക് ഏറ്റവും പ്രചാരത്തിലുള്ളത്. എൻ്റെ കാരണം ഇതാ, വിരോധം കുളം തോണ്ടുന്ന മാത്രമല്ല, ഈ നിഷ്കാസിതൻ ആക്കുക എന്ന് പറയത്തില്ലേ, വിരോധമുള്ളവന്റെ വേരുവരെ നശിപ്പിക്കും. അവന്റെ പേര് രേഖപ്പെടുത്തത്തില്ലല്ലോ. രാജാവിന് എതിർപ്പോ അല്ലെങ്കിൽ രാജാവിനെതിരെയോ നീങ്ങുന്ന ഒരു കുടുംബത്തെ, അവിടുത്തെ കുഞ്ഞുങ്ങളെ, കുട്ടികളെ, അങ്ങനെ എല്ലാരെയും നശിപ്പിക്കും. എന്നിട്ട് ആ കുടുംബം നിന്ന സ്ഥലം രാജാവിനെതിരെ നീങ്ങണ്ട. രാജാവിന് ആരുടെയെങ്കിലും വസ്തുക്കളിൽ മണ്ണ് കട്ടവനെന്ന് മാവേലി വിലപിക്കുന്നുണ്ട് ഓണപ്പാട്ടിൽ. മണ്ണ് കട്ടവൻ അന്യന്റെ ഈ മുതലിൽ കണ്ണുവെച്ച് അതിനെ ഏത് വിധത്തിലും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലെ ബ്രാഹ്മണർ പിന്തുടരുന്നത്. എനിക്ക് ഈ ഇവരോട് തികഞ്ഞ എതിർപ്പുണ്ട്. ശരിക്കും ഈ ക്ഷത്രിയരല്ലേ ഇതിന്റെ പിന്നിലുള്ളത്? ബ്രാഹ്മണർ എന്ന് പറയാൻ പറ്റുമോ? ഈ അവരുടെ കയ്യാളുകളായിട്ട് പ്രവർത്തിച്ചവരാണ്. അതായത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ, നിങ്ങൾക്ക് വേണ്ടുന്നത് തരാം. അതായത് ഈ ബ്രാഹ്മണര് ക്ഷത്രിയരെ പോലും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപാധികളായി ഉപയോഗിച്ചു എന്നാണ്. അതെ, അത് രാജഗുരുവാണല്ലോ രാജാവിന്റെ മുകളിൽ. അതെ. രാജഗുരു എന്നുള്ള വാക്കൊന്നും അവരെ വിളിക്കരുത്. നാലാംകിട മനുഷ്യരായിരുന്നു ഈ അന്നത്തെ ബ്രാഹ്മണർ. അറിവുകൾ പോലും തട്ടിയെടുത്തിരുന്ന ഒരു വിഭാഗമാണ്. ഓണത്തിനെ കുറിച്ച് ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ആദ്യത്തെ തെളിവും പാണ്ഡ്യരാജ്യത്തൊരു മായനെ ഓണത്തിൻ്റെ ദിവസം സ്മരിക്കുന്നു. കാരണം പാണ്ഡ്യരാജ്യം ചേര സാമ്രാജ്യത്തിൻ്റെ അധീശത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ചേരന്മാർ ഓണം എന്ന് പറയുന്ന ദേശീയോത്സവം, അവരുടെ വിജയോത്സവം ഒക്കെയായിട്ട് ഇതിനെ ആഘോഷിച്ചിരുന്നത്. അവിടേക്കാണ് പിന്നീട് ഈ ചേര സാമ്രാജ്യമൊക്കെ, ആദിചേരന്മാരൊക്കെ നശിച്ചു. അതിനുശേഷം രണ്ടാം കാലഘട്ടം വന്നു. പെരുമാള് നിങ്ങൾ ചത്തും കൊന്നും അടക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരിവ്രാജക വൃത്തിയിലേക്ക് പെരുമാൾ പോയി. അതിനുശേഷം സാമൂതിരിയുടെയും ഒക്കെ ആ ഒരു കാലഘട്ടമായി. ആ കാലഘട്ടമായപ്പോഴും ഈ ചേര സംസ്കാരത്തിൻ്റെ ചേര പാരമ്പര്യങ്ങളുടെ, ചേരന്മാരുടെ മൂല്യങ്ങളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നിലനിന്നിരുന്ന അവസാനത്തെ പച്ചത്തുരുത്തായിരുന്നു നമ്മുടെ ഓടനാട്, കായംകുളം എന്ന് പറയുന്ന സ്ഥലം. അതിന് കാരണം അന്ന് കായംകുളം തന്നെ പേര് അല്ല, ഓടനാട്. ശ്രാമ്പിക്ക് ഈ പല വംശങ്ങൾ ഇതിനകത്ത് ഭരിച്ചിരുന്നു. ഈ അവസാന കാലഘട്ടം എത്തിയപ്പോൾ ഇത് തമ്മിൽ മൂന്നായി, തെക്കുംകൂർ വടക്കുംകൂർ എന്നുള്ള രീതിയിൽ. ഈ വടക്കുംകൂറിൻ്റെ കയ്യിലാണ് ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. തൃക്കാക്കര, തൃക്കാരിയൂർ, സംഗമേശ്വരൻ, ഇരിങ്ങാലക്കുടയിലെ ക്ഷേത്രം. ഇതിന് ശേഷമാണോ കൊച്ചി രാജ്യം വരുന്നത്? അതെ, കൊച്ചി രാജ്യം ശരിക്കും പെരുമ്പടപ്പ് സ്വരൂപം അവരുടെ ആസ്ഥാനങ്ങൾ മാറി മാറി വന്ന് ആ ഒരു കാലഘട്ടം എത്തിയപ്പോൾ, അതായത് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന വ്യക്തി കായംകുളം ആക്രമിക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. 17-ാം നൂറ്റാണ്ട്, 18, 19, 20, 21, ഏകദേശം 400 വർഷം. നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് പോലും ഇതൊരു 400 വർഷത്തെയൊക്കെ ഒരു ദൈർഘ്യമേ ഈ തിരുവിതാംകൂർ രാജവംശത്തിനുള്ളൂ. അത്ര വലിയ മഹിമയൊന്നും അവർക്കില്ല ഈ 400 വർഷം. പക്ഷേ ഈ 400 വർഷം എന്ന് പറയുന്ന ദീർഘമായ കാലയളവിൽ ചരിത്രങ്ങളെയും വസ്തുതകളെയും ഒക്കെ അവർ ബ്രാഹ്മണർക്ക് വേണ്ടി, ബ്രാഹ്മണരെ കൊണ്ട് വളച്ചൊടിപ്പിച്ചു കളഞ്ഞു. ആ 17-ാം നൂറ്റാണ്ടിലാണ് ഈ അവസാനത്തെ പച്ചത്തുരുത്തായിട്ട് നിലനിൽക്കുന്ന ആ പ്രദേശത്തിനെ പിടിച്ചെടുക്കാൻ മാർത്താണ്ഡവർമ്മയെ പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മാർത്താണ്ഡവർമ്മയ്ക്കൊരു ജ്യേഷ്ഠനുണ്ട്. ഇവർ 4 കുടുംബങ്ങളാണ്. ഈ 4 കുടുംബങ്ങളിൽ തെക്കുംകൂർ തുടങ്ങിയിട്ട് 4 കുടുംബങ്ങളുണ്ട്. ഈ 4 കുടുംബങ്ങളിൽ
ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രമല്ല, നമ്മുടെ കന്യാകുമാരിയുടെ ഭാഗത്തുള്ള ക്ഷേത്രമുണ്ട്, പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രം. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ. തിരുവിതാംകൂർ രാജവംശം 4 സ്വരൂപങ്ങളാണ്. തൃപ്പാപ്പൂർ, ചിറവ, ദേശികനാട്, ഇളയിടം. ഈ 4 സ്വരൂപങ്ങളായിട്ടിരിക്കുന്ന ഇവരെ ബ്രാഹ്മണർ സമീപിക്കുന്നുണ്ട്. ആ കാലമായപ്പോഴേക്കും, അതായത് ഒരു 10-ാം നൂറ്റാണ്ട് മുതൽ ബ്രാഹ്മണർ ഇതിനെല്ലാം പിടിച്ചെടുക്കാൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ പല കുതന്ത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തൃപ്പാപ്പൂർ സ്വരൂപത്തിനെ സ്വാധീനിച്ചു. അപ്പോൾ ഈ തൃപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കോവിലധികാരി എന്ന് പറയും. ഈ കോവിലധികാരി അവരാണ്. അതുകൊണ്ട് അവർക്കൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഈ മാർത്താണ്ഡവർമ്മയെ ഇവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവകാശിയായിട്ടുള്ള രാമവർമ്മ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. ചരിത്രത്തിൽ നിന്ന് തുടച്ചു കളഞ്ഞ പേരാണ് രാമവർമ്മ. മാർത്താണ്ഡവർമ്മയെ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈ സ്വന്തം ജ്യേഷ്ഠൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാമവർമ്മ എന്നാണ് പേര്. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മയൊക്കെ ഇവർ സമീപിച്ച്, ഈ കാലത്ത് ഡച്ചുകാർ ഒക്കെ നമ്മുടെ നാട്ടിൽ വ്യാപാരത്തിനും മറ്റും വരും. കായംകുളമൊക്കെ ഡച്ച് രാജ്യവുമായിട്ട് കൃത്യമായ വ്യാപാര ബന്ധങ്ങളോടുകൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സമുദ്ര വ്യാപാരമൊക്കെ ഉണ്ട്. അവിടുത്തെ മുത്തുകൾ, മധുരയിലെ മുത്തും പവിഴവും ഒക്കെ പോകുന്നത് കായംകുളത്തിൻ്റെ പോർട്ടുകളിലൂടെയാണ്. അവിടുന്ന് മധുരയിലേക്ക് പോകാനുള്ള വഴികളുമൊക്കെ അക്കാലത്ത് നല്ല രീതിയിൽ വഴികളുമൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ ഐശ്വര്യസമൃദ്ധമായ ഈ സ്ഥലം ഇങ്ങ് പിടിക്കണം, അതിനു വേണ്ടിയിട്ട് അവരെ തമ്മിലടിപ്പിച്ചു. അതായത് വാട്ടർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ജലമാർഗമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു രാജ്യം കൂടിയായിരുന്നു കായംകുളം രാജ്യം. അതെ, തിരുവിതാംകൂറിന് അത് ഇല്ലായിരുന്നു. തിരുവിതാംകൂറിന് ഇത്രയും വികസിച്ചിട്ടില്ല. കാരണം ഈ കായംകുളം എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന ഈ ഓടനാട്ട് രാജ്യം, അവര് ഇതേപോലെ 5 സ്വരൂപങ്ങളാണ്. ഈ 5 സ്വരൂപങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ 5 കോവിലകങ്ങളാണ്. ഈ 5 കോവിലകങ്ങളിൽ നിന്ന് അവർ എത്ര നൂറ്റാണ്ടുകളായിട്ട്, ഏകദേശം 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ ഇതിൻ്റെ ചരിത്രം മുഴുവൻ ഡിലീറ്റായിപ്പോയി. കാലഭദ്രന്മാരുടെ കാലഘട്ടം എന്നേ അതിനെ പറയുന്നുള്ളൂ. 5-ാം നൂറ്റാണ്ട് മുതൽ ഇവരുടെ ചരിത്രം തുടങ്ങുക. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, എത്രയായി? 12 നൂറ്റാണ്ടിലെ ലോക വ്യാപാര പരിചയവും നയതന്ത്ര ബന്ധങ്ങളും ശക്തമായ തറവാടുകളും. ഈ തറവാട് വെറുതെ ഒരു തറവാടെന്നങ്ങ് പറയുമല്ല. ഇപ്പം നമ്മൾ ഒരു വീട് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു പേരങ്ങ് എഴുതി വെക്കും. അന്ന് അങ്ങനല്ല. തറവാടിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ ട്രസ്റ്റ് എന്നാണ്. നമ്മൾ കുറച്ച് പേര് ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ആ ട്രസ്റ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏത് മേഖലയിലാണ് ആ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നതെന്ന് തീരുമാനിക്കും. അപ്പോൾ ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെ ആ കുടുംബത്തിലേക്ക് എടുത്തും വിവാഹം ചെയ്തുമൊക്കെ ആ ട്രസ്റ്റ് വിപുലീകരിക്കും. ചിലർ കൃഷിയാണ്, ചിലർ രാജ്യരക്ഷയായിരിക്കും, ചിലർ വ്യാപാരമായിരിക്കും. പലതിനു വേണ്ടിയിട്ടും അന്ന് ട്രസ്റ്റുകൾ ഉണ്ടാക്കി. ഈ ട്രസ്റ്റുകളുടെയൊക്കെ യഥാർത്ഥ സങ്കല്പം നമുക്ക് കാണാവുന്നത് ഈ കായംകുളം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ പ്രദേശത്താണ്. അപ്പോൾ അത്രയും വിപുലമായിരുന്നു അവരുടെ അനുഭവങ്ങൾ. അത്രയൊന്നും ഈ പറയുന്ന ചെറിയ ചെറിയ സ്വരൂപങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, നല്ലതിനെ ഈ കേദാര എന്നൊക്കെ നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു പാട്ടിൽ പറയുന്ന ഒരു വരികളുണ്ടല്ലോ, ശ്യാമസുന്ദരമായിട്ടുള്ള ഈ ഭൂമിയെ എന്ത് വില കൊടുത്തും പിടിക്കണം എന്നുള്ള ഒരു ചിന്ത ബ്രാഹ്മണർക്ക് വന്നു. അങ്ങനെ അവർ പല വഴികളും അതിന് ചെയ്തു. ഈ രാമയ്യൻ ദളവയൊക്കെ ഏത് സമുദായത്തിൽ ജനിച്ച ആളാണെന്നും ഈ യുദ്ധത്തിനൊക്കെ ഏറ്റവും ശക്തിയായിട്ട് കൂടെ നിന്ന അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഈ തിരുവിതാംകൂറുകാർ നാടാർ സമുദായത്തിനെ ഭയന്നിട്ട് ഇവരെ മുഴുവൻ മതപരിവർത്തനം ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത ചരിത്രമുണ്ട്. അതാണ് ഈ ക്രിസ്ത്യൻ നാടാറും ഹിന്ദു നാടാറും ഇപ്പോഴും. പിന്നെ സാമൂഹ്യമായിട്ട് അവർക്ക് തിരിച്ചു വരാനോ അവർക്ക് ഈ ഇത്തരം പാരമ്പര്യങ്ങൾ പിന്തുടരാനോ പറ്റാത്ത വിധം സാമൂഹികമായിട്ട് അവരെ
മാറ്റിക്കളഞ്ഞു. ഇതിൻ്റെ പുറകിലും ഈ തിരുവിതാംകൂറിലെ ഈ ബ്രാഹ്മണ ഗൂഢാലോചനകളുണ്ട്. അപ്പം മാവേലിയുടെ കഥയിലേക്ക് വരുമ്പോൾ ഇവരിത് പിടിക്കാൻ വേണ്ടി ഈ നാടിനെ ഒന്ന് സ്പ്ലിറ്റ്, ഈ തെക്കുംകൂർ വടക്കുംകൂർ കായംകുളം എന്ന് ഇതിനെ ഇതാക്കി. കായംകുളം എന്ന് പറയുന്ന സ്രാമ്പിക്കൽ വംശത്തിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലത്താണ് എരുവ കൊട്ടാരം. അപ്പോൾ അവിടെ എരുവയിലേക്ക് കൊട്ടാരം മാറുന്നത് ആ കാലത്താണ്. ഇടയ്ക്ക് ഇത് പൂഞ്ഞാറിലുണ്ടായിരുന്നു, ഇടയ്ക്ക് കോതമംഗലത്ത് ഇപ്പോഴും കൊട്ടാരം ഉണ്ടല്ലോ, പൂഞ്ഞാറ് കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരമല്ല, ഈ ഓടനാടിൻ്റെ കൊട്ടാരം ഉണ്ടായിരുന്നു, കോതമംഗലത്തുണ്ടായിരുന്നു, പിറവത്തുണ്ടായിരുന്നു. നമ്മുടെ എറണാകുളത്തെ പിറവം ഒരു കാലത്ത് ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇങ്ങനെ ഓരോ നൂറ്റാണ്ടിലും പല പല സ്ഥലങ്ങളിലേക്ക് മാറി ഇതിൻ്റെ ആസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം ഇത് നമ്മുടെ എരുവയിലേക്ക് വന്നു. എരുവയിലെ കോയിക്കൽ കൊട്ടാരം, ഈ കോയിക്കൽ കൊട്ടാരം കുളം തോണ്ടിയ കഥയാണ് നമ്മൾ പറഞ്ഞു വന്നത്. പക്ഷേ ഈ കുളം തോണ്ടുന്നതിന് മുമ്പ് ഇവർക്ക് ഇവിടേക്ക് ഇപ്പം ക്യാപ്റ്റൻ ഡി ലനോയി എന്ന് പറഞ്ഞ് ഒരാൾ, ഇവരുമായിട്ട് ഈ കുളച്ചൽ യുദ്ധമൊക്കെ മഹാസംഭവമായിട്ട് അവതരിപ്പിക്കുന്നവരുണ്ട്. കുളച്ചൽ യുദ്ധം നടന്നു. മദ്യപിച്ച് കിടന്നുറങ്ങിയ ഈ ഡി ലനോയിക്കൊക്കെ വേണ്ട രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് അവർ ആക്രമിച്ചു. അവർ മദ്യലഹരിയിലായിരുന്നു. പിന്നെ അവർ പോയില്ല. അവർക്ക് മനസ്സിലായി ഈ മണ്ടന്മാരുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന്. വേണ്ടതെല്ലാം കൊടുത്ത്, ഉദയഗിരി കോട്ടയിൽ എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത് അവരെ ഈ വിദേശ ശക്തികളെ കൂടെ കൂട്ടി. എന്തിനാ ഈ വിദേശീയരെ കൂട്ടിയത്? ഇപ്പുറത്ത് പിടിക്കാൻ. ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് ഈ കൂടെ നിൽക്കുന്ന ഈ ബ്രാഹ്മണ മേധയിൽ നിന്ന് വരുന്ന കുബുദ്ധിയായിരുന്നു ഇത്. ഈ ക്യാപ്റ്റൻ ഡി ലനോയിയെയും ഇവരെയൊക്കെ കൂട്ടി ഇട്ടാണ് ഇവിടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. നിരവധി തവണ ആക്രമിച്ചു, പക്ഷേ ഇവിടേക്ക് കയറാൻ പറ്റുന്നില്ല. കായംകുളത്തേക്ക് ഇരുതലെ മൂർച്ചയുള്ള കായംകുളം വാള് എതിലെയാണ് വീശി വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. പല വഴികളും ഇവർ നോക്കി. ഇവർക്ക് ഇങ്ങോട്ട് നീണ്ടകര അഷ്ടമുടി കായലിനും വേമ്പനാട്ട് കായലിനും ഇടയ്ക്ക് കിടക്കുന്ന ഈ പ്രദേശത്തേക്ക് കയറാൻ ഇവർക്ക് അഷ്ടമുടി കായൽ കടക്കാൻ പറ്റത്തില്ല. കാരണം സുശക്തമായ സജ്ജീകരണം ഈ അഷ്ടമുടി കായലിലുണ്ട്. അഷ്ടമുടി കായലിലേക്ക് ഇവർക്ക് വരാൻ, അതായത് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ കന്നേറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ കന്നേറ്റിയിൽ അവിടെ അതിൻ്റെ അടിയിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ കടമ്പ്രയാർന്ന് പറയും. അപ്പോൾ കേരളത്തിൽ 2 നദികൾ മാത്രമേ ഈ പാടശേഖരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നുള്ളൂ. ഒരെണ്ണം എറണാകുളത്തെ ചിത്രപ്പുഴയാണ്, ഒരെണ്ണം ഈ നമ്മുടെ കടമ്പ്രയാറാണ്. ഈ ശൂരനാട് തുടങ്ങിയ അടൂരിൻ്റെയൊക്കെ ആ ഭാഗങ്ങളിലെ വലിയ പാടശേഖരങ്ങളിലെ വെള്ളം വരുന്ന അവിടെ അതിനകത്തൂടെ ഓടവള്ളങ്ങളിൽ സൈനികർ വരും. എന്നിട്ട് ടൈറ്റാനിയത്തിൻ്റെ പുറകിലൂടെ, അതിൻ്റെ പുറകിലൊരു വലിയ വട്ടക്കായലുണ്ട്. ആ വട്ടക്കായലിലൂടെ ഈ TS കനാല്, ഇന്ന് തിരുവിതാംകൂർ വെട്ടിയ TS കനാലിൻ്റെ അവിടെ ഒരു പഴയ വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ വന്നാൽ അഷ്ടമുടി കായൽ, ചവറപ്പാലത്തിൻ്റെ ആ ഭാഗത്തൂടെ അഷ്ടമുടി കായലിലേക്ക് കയറാം. ഈ അഷ്ടമുടി കായലൊക്കെ ഇവർ നിയന്ത്രിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഈ അഷ്ടമുടി കായലിലാണ് ഈ ഓടനാടിൻ്റെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല ഉണ്ടായിരുന്നത് അന്ന്. ഇന്ന് നമ്മൾ എല്ലാവരും പോയി ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കോടി. എന്താണ് ഈ സാമ്പ്രാണിക്കോടിയുടെ പ്രത്യേകത എന്നറിയോ? ഉണ്ണുനീലി സന്ദേശം എടുത്ത് വായിച്ചാൽ അതിനകത്ത് ഒരു വാക്കുണ്ട്, ചൊങ്കും ചൊമ്പ്രാണിയും ഉടനുടൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം, ഹേ രാജാവേ, ഈ ഇവിടെ നിർമ്മിക്കുന്ന, അതായത് നമ്മുടെ സമ്പ്രാണിക്കോടിയിൽ നിർമ്മിക്കുന്ന ചൊങ്കെന്ന് വിളിക്കുന്ന ചെറിയ കപ്പലും സമ്പ്രാണി എന്ന് വിളിക്കുന്ന വലിയ കപ്പലും പണികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇത് സമുദ്രങ്ങളിലൂടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ അങ്ങയുടെ പ്രശസ്തിയും ഇവിടേക്ക് വ്യാപിക്കും. ഒരു വലിയ കപ്പൽ നിർമ്മാണശാല ആ കാലത്ത് ഈ രാജ്യത്തിൻ്റെതായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പവും ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് സമൃദ്ധിയും അറിവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം. അങ്ങനെ ഈ അഷ്ടമുടി കായലിൻ്റെ എതിർവശത്ത് ഇവർ വന്ന് നിൽക്കും, തിരുവിതാംകൂറുകാർ വന്ന് നിൽക്കും, ഇവിടേക്ക് കയറാൻ നോക്കും, പരാജയപ്പെടും. അങ്ങനെ ഇതെന്തുകൊണ്ടാണ്, എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നറിയാൻ വേണ്ടി
രാമയ്യൻ ദളവയും മാർത്താണ്ഡവർമ്മയും വേഷം മാറി ഇവിടെയൊക്കെ കയറി സഞ്ചരിച്ചു. അങ്ങനെ വേഷം മാറി സഞ്ചരിച്ച മാർത്താണ്ഡവർമ്മ സഹായിച്ച ഒരു വീടുണ്ട്, അഴകത്ത് കുടുംബം. ചവറയിൽ തെക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് അഴകത്ത് കുടുംബമുണ്ട്. ഈ അഴകത്ത് കുടുംബം എങ്ങനെയാണ് വലിയ ആരുവാമൊഴിയിലും ഒക്കെ അവർക്ക് നിരവധി സ്വത്തുക്കൾ കരമൊഴിവാക്കി കിട്ടി. ഈ അഴകത്ത് കുടുംബം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രചിച്ച കുടുംബമാണ്. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ ശ്രീരാമചന്ദ്ര വിലാസം, ആ കുടുംബത്തിന്റെ കഥയാണിത്. മാർത്താണ്ഡവർമ്മയ്ക്ക് വേണ്ട പ്രാദേശിക സഹായം ചെയ്തു കൊടുത്ത, രാജ്യത്തിനെ അകത്തു നിന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തിട്ട് പിന്നീട് കായംകുളം രാജ്യത്ത് ഭാഗമായിരുന്നു, പക്ഷേ ഭാഗമായിരുന്നു. അവിടുത്തെ ഭഗവതിയൊക്കെ വളരെ പ്രത്യേകതയുള്ളൊരു ഭഗവതിയാണ്. ഈ തെക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്തെ ഭഗവതി ഇപ്പോഴും അവിടെ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് കടന്നു ചെല്ലാനോ താമസിക്കാനോ പറ്റില്ല. അങ്ങനൊരു സ്ഥലം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. അവിടുത്തെ ജനങ്ങളൊന്നും ഏതെങ്കിലും തരത്തിൽ വർഗീയമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ആ സ്ഥലം ഭഗവതി വിലക്കിയ സ്ഥലമാണ്. അതിനും ഇതുമായിട്ട് ബന്ധമുണ്ട്. ആർക്കാട്ട് നവാബിൻ്റെ കൂലിപ്പട്ടാളക്കാരെ, കുതിരപ്പട്ടാളക്കാരെ വിളിച്ചുകൊണ്ടുവന്നു ആര്? മാർത്താണ്ഡവർമ്മ. ആ കുതിരപ്പട്ടാളത്തിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഭഗവതി വിലക്കിയെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇപ്പോഴും അവിടെ കച്ചവടത്തിന് ചെല്ലാം, അവിടെ സ്ഥലം വാങ്ങിക്കുകയോ താമസിക്കുകയോ ചെയ്യാൻ ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല. ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സഹോദരന്മാരും ആ സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങിക്കുകയോ താമസിക്കുകയോ ഇപ്പോഴും ചെയ്യില്ല. തെക്കും ഭാഗത്തെ ഭഗവതി വിലക്കിയിരിക്കുന്നതാണ്. അതെല്ലാം ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ ഇതേപോലെ ഈ അഴകത്ത് കുടുംബം പോലെ പല വ്യക്തികളുമായിട്ടും രാമയ്യൻ ദളവയും മാർത്താണ്ഡവർമ്മയും നടന്ന് ബന്ധങ്ങളുണ്ടാക്കി ഇതെല്ലാം പഠിച്ച് വെച്ചു. ഇവർ മനസ്സിലാക്കിയത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഇരിക്കുന്നത് കോയിക്കൽ കൊട്ടാരത്തിലിരിക്കുന്ന മഹാമേരുവിലാണ്. ഈ കായംകുളത്തെ ശ്രീചക്രം എന്ന് പറയത്തില്ല, അത് ശ്രീചക്രമല്ല, മഹാമേരുവാണ്. ഏകദേശം 98 യവം വലിപ്പം വരുന്ന 200 കിലോയിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്ന ഒന്നാണത്. ശ്രീചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിമാനമാണ്, ഒരു തകിടിലൊക്കെ വരച്ചു വെക്കാവുന്ന. ഇത് അങ്ങനല്ല, 3 ഡയമെൻഷനിൽ ഏകദേശം 98 യവം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു 1.5-2 അടി ഉയരം വരുന്ന ഒരു 200 കിലോയ്ക്ക് മുകളിൽ ഭാരം വരുന്ന അപൂർവ ലോഹങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു മഹാമേരുവായിരുന്നു. ആ മഹാമേരുവിനെ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. ആ മോഷണത്തിൽ നിന്നാണ് മഹത്തായ തിരുവിതാംകൂർ രൂപപ്പെടുത്ത കട്ടെടുത്തതാണ്. അതായത് അത് കയ്യിലുള്ള കാലത്തോളം കായംകുളം രാജ്യം അതിശക്തമായിരുന്നു. അപ്പൊ ഇതിന്റെ പുറകിൽ കുറച്ച് രഹസ്യങ്ങളുണ്ട്. ഓണത്തിന്റെ കഥ പറയുന്നത് കൊണ്ട് ആ കഥകളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അപ്പോൾ അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയതിന് ശേഷം ഇവർ നിരവധി ഇവിടെയൊക്കെയുള്ള പ്രാദേശികമായിട്ടുള്ള തർക്കങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെയുള്ള ചില വിമതന്മാരെയൊക്കെ കണ്ടെത്തി. പിന്നെ ചെയ്തത്, പട തുടങ്ങുന്ന സമയത്ത് പടയുടെ പന്തിയിൽ വിഷം കലക്കി പലരും ഇവർ കൊടുത്ത വിഷച്ചോറും ഭക്ഷിച്ച് മരിച്ചു. പല ഈ രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ മുഴുവൻ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. പിടിച്ച് മറവന്മാർക്ക് കൊടുത്തു. പല രീതിയിലും ഒരാളുടെ പോലും, ഒരു സ്ത്രീയുടെ പോലും ഗർഭപാത്രത്തിൽ ശിശുക്കൾ ജനിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് തിരിച്ചുവരവുണ്ടാവാൻ പാടില്ലാത്ത അത്ര ക്രൂരമായിട്ട് അവർ ചെയ്തു. ഇവരുടെ എരുവ അച്യുത വാര്യരെ ചതിയിൽപ്പെടുത്തി പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. രാമയ്യൻ ദളവ നേരിട്ട് വന്നു. പക്ഷെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് ചെന്ന സമയത്ത് വളഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹം അവർക്ക് മുകളിലൂടെ വിദഗ്ധമായി ചാടി കായലിൽ പോകുന്ന വഴിക്ക് അദ്ദേഹം കഴുത്തിലേക്ക് കഠാര കുത്തിയിറക്കി എരുവ അച്യുത വാര്യർ. അങ്ങനെ അദ്ദേഹത്തിനെ ഇവർക്ക് പിടികിട്ടിയില്ല. അദ്ദേഹത്തിനെ പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം എവിടെയാണ്
മാവേലിയുടെ വലിയ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് അവർക്ക് അറിയേണ്ടത്. അതിൻ്റെ സ്ഥലം മനസ്സിലാക്കണം. കാരണം ഇതൊരിക്കലും കൊട്ടാരത്തിലല്ല സൂക്ഷിച്ചു വെച്ചത്, പല ക്ഷേത്രങ്ങളിലാണ്. ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങളുള്ള ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഹരിപ്പാടിനടുത്ത്, രാമപുരത്ത് ക്ഷേത്രം. രാമപുരം ക്ഷേത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഈ സമ്പത്തിനെ കുറിച്ച് ബന്ധപ്പെട്ടതുണ്ട്. ഈ സമ്പത്ത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. കാരണം 14 നൂറ്റാണ്ടുകളായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അമൂല്യമായ ഖജനാവ് പിടിച്ചെടുക്കണം. പക്ഷേ ഈ അച്യുതവാര്യർ മരിച്ചപ്പോഴും ഇവിടെ സേനയില്ല കായംകുളത്ത്. കാരണം എല്ലാ വീട്ടിൽ നിന്നും 10-12 പേര് പോരാട്ട വീര്യമുള്ളവർ ഇറങ്ങി വന്ന് കൃത്യമായ ഡിസിപ്ലിനോട് കൂടി അവരായി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എല്ലാവരും ചാവേറുകളാണ്, മരിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ്, രാജ്യത്തിന് വേണ്ടി, സ്വന്തം ധർമ്മത്തിന് വേണ്ടി. ഇവിടെ രാജ്യം എന്ന് പറയുന്ന സങ്കല്പമില്ല, ധർമ്മത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. കാര്യം ഇന്നാണ് നമ്മൾ രാജ്യഭക്തിയും രാഷ്ട്രഭക്തിയും എന്നൊക്കെയുള്ള വാക്കുകൾ വരുന്നത്. ഈ രാഷ്ട്രഭക്തി എന്നുള്ള ഒരു പേരിന് മഹാഭാരതത്തിലോ രാമായണത്തിലോ റെഫറൻസ് ഇല്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു സംഘടിതമായ താല്പര്യമാണ് ഇന്ന് നമ്മൾക്ക്, രാജ്യസ്നേഹം. പക്ഷേ ധർമ്മത്തിനെയാണ് പ്രാചീന ഭാരതീയർ, ധർമാധിഷ്ഠിതമായ ഒരു രാഷ്ട്രവിധാനം ഇവിടെ സംരക്ഷിക്കണം. അല്ലാതെ ഒരു അധർമ്മം 4 അതിരുകളുടെ അകത്ത് എന്ത് അധർമ്മവും നടക്കട്ടെ, അങ്ങനെയല്ല. നമ്മളുടെ സങ്കല്പം ധർമ്മത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കായംകുളത്തെ ജനങ്ങൾ രാജ്യത്തിന് വേണ്ടിയല്ല, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് പൊരുതിയത്. അങ്ങനെ ഈ വള്ളങ്ങളിൽ ഈ നീണ്ടകര ഭാഗത്ത് ആനന്ദവല്ലീശ്വരത്ത് അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ കളക്ട്രേറ്റ് നിൽക്കുന്ന സ്ഥലത്ത്. അവിടുന്ന് അവർ അന്ന് നീണ്ടകര പാലമില്ല, അവിടെ 64 ദിവസം നീണ്ടു നിന്ന യുദ്ധം അവർ പരിശ്രമം നടത്തി. അതിനുശേഷം ഇവർ കൊട്ടാരക്കര വഴി, അപ്പൊ ഈ കൊല്ലം അപ്പുറത്തായിരുന്നു, തിരുവിതാംകൂറിന്റെ ഭാഗത്തായിരുന്നു. കൊല്ലം ദേശിങ്ങനാട് ആ നദിയുടെ അപ്പുറത്താണ്. ഇവരുടെ സ്വാധീനം ഉണ്ടായിരുന്നു. ദേശിങ്ങനാട് മറ്റൊരു ഭരണം അവിടെ ഉണ്ടായിരുന്നു. ആറ്റിങ്ങൽ റാണിക്ക് ഇപ്പുറത്ത് ദേശിങ്ങനാടുണ്ടായിരുന്നു. അപ്പോൾ ഇവര് ഈ ദേശിങ്ങനാടും ഒരു കാലത്ത് ഈ കായംകുളത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു, പിന്നീടാണ് അത് വിട്ടുപോകുന്നത്. അപ്പൊ ഇതിലെ കയറാൻ പറ്റാതായപ്പോൾ കൊട്ടാരക്കര വഴി യാർക്കാട്ട് നവാബിന്റെ അടുത്തുനിന്ന് എടുത്ത പഠാണികളും ഒക്കെ ഉൾപ്പെടുന്ന കുതിരപ്പട്ടാളക്കാരുമായിട്ട് പുറകിലൂടെ ആക്രമിക്കാൻ വന്നു. അങ്ങനെ ഈ 2 വശത്തുനിന്നും ഇവർ ആക്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ശ്രീചക്രവും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും വളരെ കുതന്ത്രങ്ങൾ, അതായത് പാളയത്തിൽ പടയൊരുക്കി കൊടുത്തു, വിഷം കൊടുത്ത് ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി. അതായത് ഈ ഒന്നിച്ചു വന്ന് ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് വിഷം കലർത്തിയിരിക്കും. ഇത്തരത്തിലുള്ള തികഞ്ഞ അധർമ്മങ്ങൾ, ധർമ്മത്തിനു വേണ്ടി പൊരുതിയിരുന്ന ഇവരോട് തികഞ്ഞ അധർമ്മങ്ങൾ കാണിച്ചു. തികച്ചും മര്യാദയോടുകൂടി പെരുമാറുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ല, ഈ മാവേലി മന്നനോട് ഇവർക്ക് ദേഷ്യം വരാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സമ്പത്താണ്. സമ്പത്ത് അടിച്ചുകൊണ്ട് പോവുക. അത്രയും വലിയ അപ്പോൾ അങ്ങനെ ഇവർ വന്ന് 2 വശത്തുനിന്നും ആക്രമിക്കുമ്പോൾ ഇവർ വരുന്നത് ഈ കന്നേറ്റി കായലിലൂടെ വന്ന് വെറ്റമുക്ക് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തൊക്കെ ഇവർ പ്രതിരോധ നിര തീർക്കുന്നുണ്ട്, പുറകിൽ കൂടെ ആക്രമിച്ചു. ഈ കായംകുളം രാജാവ് കായംകുളം കായലിൽ, വട്ടക്കായലിൽ തൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം എടുത്ത് നിക്ഷേപിച്ചു. അത് ടൈറ്റാനിയത്തിൻ്റെ പുറകിലുള്ള കായലിലാണെന്ന് ഒരു പാഠഭേദമുണ്ട്. എന്തായാലും തപ്പാന കുറച്ച് ആൾക്കാരെങ്കിലും പോകും ഇതൊക്കെ കേട്ടിട്ട്. 2 ഇടത്തും പോയി തപ്പിയെടുത്തിട്ടുണ്ടാവും, ഇത്രയും കാലമായില്ലേ. ഇല്ല, അത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ആ സമ്പത്ത് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമ്പത്തിന്റെ 5 മടങ്ങുണ്ടെന്നാണ് അതിനെക്കുറിച്ചിട്ടുള്ള കേട്ടുകേൾവി. ഇവിടുന്നാണ് നമ്മുടെ ഓണത്തിന്റെ 2ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. മാവേലി രാജാവും കുറച്ച് അനുചരന്മാരുമായിട്ട് അവർക്ക് സ്വാധീനമുള്ള വടക്ക് ദിക്കിലേക്ക് പോയി. അതായത് ഇതിൻ്റെ ഒരു ഒന്ന് ഗുരുക്കൾ പറഞ്ഞ കാര്യത്തെ മൊത്തത്തിലൊന്ന് പറഞ്ഞാൽ, തിരുവിതാംകൂറിൻ്റെ ലക്ഷ്യം കായംകുളം നാട്ടുരാജ്യത്ത് അല്ലെങ്കിൽ ദേശിംഗനാട് കൊല്ലമാണ്, ഓടനാട്, അതായത് നമ്മുടെ ഇന്നത്തെ ഓണാട്ടുകര രാജ്യത്തെ പല രീതിയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച് പല തലങ്ങളായി വർഷങ്ങളായി പരിശ്രമിച്ച്
പല രീതിയിൽ മുന്നേറി ഒടുവിൽ അവർ അതിൽ വിജയം കണ്ടെത്തി. അവരുടെ പ്രധാന ലക്ഷ്യം ഈ കായംകുളത്തിനുണ്ടായിരുന്ന അതിഭയങ്കരമായ സമ്പത്താണ്. ആ സമ്പത്തിന് വേണ്ടി വന്ന് ഒടുവിൽ കീഴ്പ്പെടുത്തി അവിടെ നിന്ന് അവസാനമുണ്ടായിരുന്ന രാജാവ് പരിവാരങ്ങളുമായി വടക്കോട്ട് നീങ്ങി. ആ പരിവാരങ്ങൾ ഒരു 10 പേരാണ് അദ്ദേഹത്തിൻ്റെ ഉള്ള. ആ 10 പേരിൽ ഒരാൾ എൻ്റെ പൂർവികനാണ്. ആ 10 പേരുടെ 10 എന്നുള്ളതും 60 എന്നുള്ളതുമായിട്ടുള്ള പാഠഭേദങ്ങളുണ്ട്. ആ 10-ൽ ഒരാൾ എൻ്റെ പൂർവികനാണ്. അതാണ് എനിക്ക് ഇതുമായിട്ടുള്ള ബന്ധം. അതാണ് ഈ അന്വേഷണങ്ങളൊക്കെ നടത്താനുള്ള കാരണം. ഈ അന്വേഷണങ്ങൾ ശരിക്കും ഞാൻ ഈ വൈദ്യത്തിലേക്ക് എൻ്റെ ഗുരു എന്നെ ഈ വൈദ്യത്തിൻ്റെ ഭാഗത്തേക്ക് തള്ളിവിട്ടുകയാണ്. അപ്പോൾ തള്ളിവിട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് പല നാടുകളിൽ പല കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കും. അപ്പോൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ, നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിന് പകരം വേറെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പം പാലാഴി കടഞ്ഞ കഥ പറയും. അതിനകത്തുനിന്ന് അമൃതിനു വേണ്ടി കടഞ്ഞുമ്പോഴും നിരവധി വസ്തുക്കൾ വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളിലെ ഈ ആഗ്രഹങ്ങളുമായിട്ട് അതിൻ്റെ പഠനങ്ങളും അന്വേഷണങ്ങളുമായിട്ട് സഞ്ചരിക്കുമ്പോൾ എനിക്കിത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിരവധി താളിയോലകൾ പരിശോധിക്കാനുള്ള ഇട വന്നിട്ടുണ്ട്. നിരവധി പഴം കഥകൾ പറയുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ചിലർ ആദ്യം ചെല്ലുമ്പം തുറന്നു പറയത്തില്ല. ഇപ്പോൾ എന്നെ ഈ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് വിളിച്ച് പലരും തുറന്നു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ പൂർവികൻ്റെ വടക്കോട്ടുള്ള യാത്ര, ആ പൂർവികനെ കാത്തിരുന്ന എൻ്റെ പൂർവികരെ, ആ പൂർവികൻ മാവേലി മന്നൻ്റെ ഒപ്പം വരും എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചു. വന്നാൽ ഉടനെ ക്ഷീണമല്ലേ, കുളിക്കണം. ഈ 10 പേരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളും ഒക്കെ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങളായി. അതുകൊണ്ടാണ് ആ പ്രദേശത്തുള്ള പല കുടുംബങ്ങളിലും ഈ തിരിച്ചുവരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ചടങ്ങും, രാജാവ് മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണം, അടച്ചിട്ട മുറിയിൽ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നതും, രാജാവിനെ കൊന്നു. അങ്ങനെ വടക്കോട്ട് വന്ന അദ്ദേഹം തൃക്കാക്കര, തൃക്കാരിയൂർ, അതേപോലെ സംഗമേശ്വരൻ, ഇരിങ്ങാലക്കുട, കൂടൽമാണിക്യം, ഈ സ്ഥലങ്ങളിലൊക്കെയായിട്ട് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. ഒരു നിസ്വനായി അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയിരുന്നു. മുടിയൊക്കെ നരച്ച് ഈ ശരീരത്തിൻ്റെ തികഞ്ഞ അഭ്യാസിയായിരുന്നു. ആ അഭ്യാസിയായിട്ടുള്ള വ്യക്തിയുടെ വാർദ്ധക്യത്തിൽ ഈ തമ്പുരാൻ വർഷത്തിൽ ആദ്യത്തെ വർഷം തന്നെ തൻ്റെ പ്രജകളെ കാണാൻ തിരിച്ചു വന്നു. അങ്ങനെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാണ്. മൂന്നാമത്തെ തവണ ഇവർ കയറി പിടിച്ചു. 3ാമത്തെ പ്രാവശ്യം ഇല്ല, അദ്ദേഹം തിരിച്ചു വന്ന് തൃക്കാക്കര വെച്ച് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് വടക്കോട്ട് പോയി ഈ സ്വരൂപത്തെ, അതായത് അന്ന് തച്ചുടേ കൈമൾ സകല പ്രതാപത്തോടും കൂടി എവിടെ ഉണ്ട്. തച്ചുടേ കൈമളിന് ഒരു രീതി, തച്ചുടേ കൈമളിൻ്റെ അധികാരം പിടിക്കാൻ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ എപ്പോഴും മത്സരമാണ്. വലിയ ഭൂസ്വത്തുക്കൾ ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു. കുറച്ച് അദ്ദേഹം വടക്കോട്ട് പോയി നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള തിരുനായത്തോടെന്ന് ഇന്ന് വിളിക്കുന്ന ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ആലിൻ്റെ ചുവട്ടിൽ ഇദ്ദേഹം വിശ്രമിച്ചു. അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ആ സ്ഥലം ഇപ്പോഴുണ്ടോ എന്നെനിക്കറിയില്ല. തിരുനായത്തോട് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ആ പ്രദേശം മുഴുവൻ അന്ന് ഈ തിരുനായത്തോട് ക്ഷേത്രമില്ല. തിരുനായത്തോട് ക്ഷേത്രത്തിൻ്റെ പഴക്കവും മറ്റു കാര്യങ്ങളും പോയി പരിശോധിച്ചാൽ, അതിൻ്റെ ചുവർ ചിത്രങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ നമുക്കൊരു 400 വർഷത്തെ
17-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്, അത് പൂർണ്ണമായിട്ടത് മനസ്സിലാകും. അത് കണ്ടാലറിയാം അതിൻ്റെ ഒരു ഘടന. ആ സ്ഥലത്ത് വിശ്രമിച്ചിരുന്ന അദ്ദേഹം സമാധിയാകുകയാണ് ചെയ്തത് എന്നും അദ്ദേഹത്തിനെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തതെന്നും. കാരണം അദ്ദേഹത്തിൻ്റെ പുറകിൽ തിരുവിതാംകൂറിൻ്റെ ചാരന്മാരുണ്ടായിരുന്നു. വെട്ടിക്കൊല്ലാനാണ് സാധ്യത. കാരണം ഗർഭത്തിൽ കിടന്ന ശിശുക്കളെ പോലും വിഷം കൊടുത്തു നശിപ്പിച്ച ഒരു പാരമ്പര്യമാണ്. ഈ മാർത്താണ്ഡവർമ്മ അഷ്ടവ്യസനങ്ങളും അനുഭവിച്ചിട്ടാണ് മരിക്കുന്നത്. മക്കളില്ല, സകല പക്ഷാഘാതം വന്ന് തളർന്ന് ഈ ചെയ്തതിൻ്റെ ഒക്കെ ദുരിതങ്ങളൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ അനുഭവിച്ചു. ഈ വെട്ടിപ്പിടിച്ചതൊന്നും അനുഭവിക്കാൻ സാധിച്ചില്ല, ഈ വെട്ടിപ്പിടിച്ചതൊന്നും ആഘോഷിക്കാൻ സാധിച്ചില്ല. ഇന്നും തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും പലരുടെയും പ്രതിമകളൊക്കെ അവിടെ നിൽക്കുന്നതാണ്. ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പ്രതിമ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ തെറ്റ്, ക്ഷമിക്കട്ടെ, കമന്റിൽ പോസ്റ്റ് ചെയ്യണം. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ചരിത്രവും കാലവും തിരസ്കരിച്ചു? ഒരു ഛായാചിത്രം ഒഴികെ ഒന്നുമില്ല. സ്വന്തം കുടുംബങ്ങൾക്ക് പോലും വേണ്ടാത്തവനായി എന്നാണ് വാസ്തവം. അത്ര മഹാപാതകം ചെയ്ത നിരവധി ആൾക്കാരുണ്ട്. കാലം കടിച്ചു തുപ്പി ചവച്ചരച്ച് കളയും. ഇന്ന് ഇത്രയും കാലം വരെ ഇന്നിനി കേരളത്തിൽ ആർക്കാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പ്രതിമയുണ്ടാക്കാൻ ധൈര്യമുള്ളത്? ഇന്നത്തെ കേരള ജനത അതിന് സമ്മതിക്കത്തില്ല. വിവരം അറിയും. ആരെങ്കിലും ഉണ്ടാക്കി വീട്ടിലും ഒക്കത്തേ ഉള്ളൂ. പരസ്യമായിട്ട് ഒരിടത്തും ഈ വ്യക്തിയുടെ പ്രതിമ ഉയരത്തില്ല. കാരണം കാലം കണക്ക് ചോദിക്കും. എന്തായാലും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മാവേലി മന്നനെ കണ്ടെത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അത് ഒരുപാട് കാലം മനസ്സിൽ കീർത്തിയുരുക്കൾ കൊണ്ട് നടന്ന ആ കഥ ABC-യിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. ഈ രണ്ടാം ഭാഗം ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്തൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് മാവേലി മന്നൻ ഇവിടെ ഭരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കാഞ്ഞിരപ്പള്ളി ശാസനവും ശ്രീകൃഷ്ണനുമായി ഓണം എന്നുള്ളത് അത്യാദരവോടുകൂടി നമ്മൾ ആഘോഷിക്കേണ്ട ഒരു ആഘോഷമാണെന്നും അതിന് നമ്മളുടെ സംസ്കാരവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടെന്നും അത് ചേര രാജ്യത്തിൻ്റെ ദേശീയോത്സവം ആണെന്നും ആ ദേശീയോത്സവമായ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് അതിനെന്നും ഈ കഥയിലെങ്ങും മഹാബലിക്കും വാമനനും ബന്ധമില്ലെന്നും മഹാവിഷ്ണുവിന് ഇവിടെ എങ്ങും ഒരു റോളും ഇല്ല എന്നും ഉണ്ണിക്കണ്ണനായി വന്ന് യോഗേശ്വരനായി മാറിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ മഹത്തായ സ്മരണയിൽ ചേര സാമ്രാജ്യം തുടങ്ങി വെച്ച ആ ആഘോഷം ഇന്നും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ ചരിത്ര വസ്തുതകൾ ഏത് കാലത്ത് ഇത് എങ്ങനെ ആക്രമിച്ചു, എവിടെ വെച്ച് ആക്രമണം ഉണ്ടായി, എങ്ങനെയാണ് അദ്ദേഹം വടക്കോട്ട് പോയത്, എത്ര പ്രാവശ്യം ഏകദേശം തിരിച്ചു വന്നു, ആ മാവേലിയുടെ സമാധി എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ തിരുനായത്തോട് എന്ന ആ സ്ഥലത്തെ ക്ഷേത്രമാണെന്നും പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം എടുത്തത്. ABC ചാനലിനും പ്രത്യേകിച്ചും ഗോവിന്ദൻകുട്ടിച്ചേട്ടന് എൻ്റെ ഒരു വളരെ വലിയ നന്ദി ഞാൻ പറയുകയാണ്. കാരണം ഇന്ന് വരെ ഈ സത്യം പറയുന്ന ആരും സ്ഥലം കൊടുത്തിരുന്നില്ല. ഞങ്ങൾ സത്യം പറയുന്നവർക്ക് സ്ഥലം കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ ചരിത്രത്തിനെ നശിപ്പിക്കാൻ വേണ്ടി തിരുവിതാംകൂറിൻ്റെ കയ്യിൽ നിന്നും പലരും കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കാശ് വാങ്ങിച്ച ഒരു മഹാകവിയാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മതിലക രേഖകൾ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റേഷനുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട ചരിത്ര രേഖകളാണ്. ഇത് തീപിടിച്ച് നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പലതും മാറ്റിയിട്ടുണ്ട്. ഇതിനെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എഡിറ്റ് ചെയ്യാൻ കിട്ടിയ പണം കൊണ്ടാണ് വാസ്തവത്തിൽ കേരള കലാമണ്ഡലം തൃശ്ശൂർ സ്ഥാപിച്ചത്.
എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചില്ല? അതങ്ങ് കൊണ്ടുപോയി വടക്ക് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നട്ടതെന്താ? അത് കൊച്ചി രാജ്യത്തിനും അപ്പുറം, അപ്പുറത്ത് ആ പിന്നെ ഭാരതപ്പുഴ ഇപ്പുറത്ത്, ഭാരതപ്പുഴയുടെ ഇപ്പുറം കൊച്ചി രാജ്യവും അപ്പുറം. അതെ അതെ, അവിടെ കൊണ്ടുപോയതിൻ്റെ കാരണവും അദ്ദേഹത്തിന് ഈ കിട്ടിയ ഈ പണമാണ്. ഇത് ഞാൻ മറ്റു പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിനെ തമസ്കരിക്കാൻ, ചരിത്രത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആ ചരിത്രം ഉയർന്നു വരും. കംസൻ ജയിലിലിട്ടിട്ട് കൊന്നുകളയാൻ ശ്രമിച്ച ആ ലീനേജ് കൃഷ്ണനിലൂടെ ഉയർന്നു വന്ന് കംസനെ ഇല്ലാതാക്കിയ ഒരു ചരിത്രമാണ് ഭാരതത്തിൻ്റെ. ഓക്കെ, നന്ദി, നമസ്കാരം. നമസ്കാരം.